നമസ്കാരം. ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. നാഗരാജാവായ അനന്തൻ ആദിശേഷൻ ശേഷനാഗം ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നും വിശ്വസിച്ചു പോരുന്നു. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ചൈതന്യത്തിൽ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശേഷൻ്റെ പ്രതിഷ്ഠ. പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിലവറയും തേവാരപ്പുരയുമാണ് പ്രധാന ആരാധനാ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവുമുണ്ട്. ഇവിടുത്തെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയ്ക്ക് അധികാരവും നൽകി. കന്നിമാസത്തിലെ വെട്ടിക്കോട് ആയില്യം ഇവിടുത്തെ പ്രശസ്തമായ ഉത്സവമാണ്. സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ 6 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗരമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു. പരശുരാമനാൽ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കോട് എന്ന പേര് ലഭിച്ചുവെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം. ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിന് ആദിമൂലം എന്ന പേരുമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ശയനവും വിഷ്ണു സർപ്പവുമായ അനന്തനെ അത്യന്തമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി താന്ത്രികമാർ വിശ്വസിച്ചു പോരുന്നു. ഇന്ന് വെട്ടിക്കോട് ആയില്യം എഴുന്നള്ളത്ത് കണ്ട് ആയിരങ്ങൾ നിവൃത്തിയടഞ്ഞു. പഞ്ചവാദ്യത്തിൻ്റെയും താലപ്പൊലിയുടെയും മുത്തുക്കുടുക്കളുടെയും അകമ്പൊടിയോടെ എഴുന്നള്ളിയ ഭഗവാന് മുന്നിൽ നാഗരാജ സ്തുതികൾ ആലപിച്ച് തൊഴുകൈകളുടെ ഭക്തർ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. ഉച്ച കഴിഞ്ഞ് എഴുന്നള്ളത്തിന് സമയത്തോടെ ഭക്തർ ഭഗവാനെ സന്ദർശിക്കുന്നതിനായി ശ്രീകോവിലിന് മുന്നിൽ നിലവറയിലുള്ള വഴികളുടെ ഇരുവശത്തുമായി നിറഞ്ഞു കവിഞ്ഞു. 3 മണിയോടെ ക്ഷേത്രകാര്യദർശി ശ്രീനിവാസൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവാലങ്കാര വിഭൂഷണനായ നാഗരാജാവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിലവറയിലേക്ക് എഴുന്നള്ളിച്ചു. നിലവറയിൽ 1 മണിക്കൂറോളം നടന്ന പൂജകൾക്ക് ശേഷം പുള്ളൂരന്മാരുടെ സ്തുതിഗീതങ്ങളും വെഞ്ചാമരം, ആലവട്ടം, മെഴുവട്ടക്കുടങ്ങൾ, പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവയുടെ അകമ്പൊടിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിന് 3 വലം വെച്ച ശേഷം ശ്രീകോവിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. വൈകിട്ട് 6-ന് ദീപക്കാഴ്ചയും അത്താഴ പൂജയ്ക്ക് ശേഷം 7 മണിയോടെ ആയില്യം ദിവസത്തെ മറ്റൊരു പ്രധാന ചടങ്ങായ സർപ്പബലി നടന്നു. 10 മണിയോടെ നടയടയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് മകന്നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം നടത്തുന്നതോടുകൂടി ആയില്യം ചടങ്ങുകൾ അവസാനിക്കും. തുലാമാസത്തിലും ഇതേ ചടങ്ങുകൾ കൂടി ആയില്യം ആഘോഷിക്കും എന്നാണ് പറയുന്നത്. കായംകുളം അടൂർ റൂട്ടിൽ കറ്റാനത്ത് നിന്ന് 3 കിലോമീറ്റർ കിഴക്കുമാറി വെട്ടിക്കോട് കവലയാണ്. അവിടെ നിന്ന് 200 മീറ്റർ അകത്തേക്ക് കയറിയാൽ വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രമായി. കശ്യപ പ്രജാപതിയുടെയും ഭാര്യ കുദ്രുവിൻ്റെയും മകനായി ജനിച്ച 8 നാഗരാജാക്കന്മാരിൽ കേരള തീരത്ത് ഒരേ ഒരു ക്ഷേത്രം മാത്രമേയുള്ളൂ. അതിലേറ്റവും മൂത്തവനും പരിശുദ്ധനുമായ അനന്ത ഭഗവാൻ തൻ്റെ തനതായ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. ആ പുണ്യസ്ഥലമാണ് വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. ഇവിടെ നാഗ ആരാധനയുടെ പരമോന്നത പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമൻ തൻ്റെ യുദ്ധകോടാലി കടലിലെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണരിൽ താമസമാക്കി. എന്നാൽ പാമ്പുകളുടെ ബാഹുല്യവും ലവണാംശവും കൂടിയതോടെ ഇവിടെ ആദ്യകാലത്ത് മനുഷ്യജീവിതം ദുസ്സഹമായിരുന്നു. ഈ ഗുരുതരമായ സാഹചര്യം കണ്ട് ദുഃഖിതനായ പരശുരാമൻ ശ്രീ പരമേശ്വരൻ്റെ സഹായം തേടി. ഭഗവാൻ അനന്തന് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമൻ ഗന്ധമാദന പർവ്വതത്തിൽ ചേർന്ന് അനന്ത ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ തപസ് ചെയ്ത് തൻ്റെ ദുഃഖമറിയിച്ചു. പരമകാരുണ്യനായ അനന്ത ഭഗവാൻ തൻ്റെ പരിചാരകനായ സർപ്പദൈവങ്ങളെ അയച്ചു. അവരുടെ പുറന്തള്ളപ്പെട്ട വായു ജലത്തിൽ ലവണാംശം മാറ്റുകയും ഗുഹയെ പാമ്പുകളുടെ കൂട്ടം നിയന്ത്രിക്കുകയും ചെയ്തു. ഇതിൻ്റെ സ്മരണയ്ക്കായി ശ്രീ പരശുരാമൻ അസ്ത്രശില്പിയായ മയനും അനന്ത ഭഗവാനെ ആവാഹിച്ച് വെട്ടിക്കോട് പ്രതിഷ്ഠിച്ചു. നിർമ്മിച്ച ഒരു വിഗ്രഹമുണ്ടായിരുന്നു. ഈ അനുഗ്രഹീതമായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ വെട്ടിക്കോട് നാഗരാജാവ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ ഏകീകൃത ഊർജ്ജമായി. പുള്ളുവമ്പാട്ടിൽ നാം കേൾക്കുന്ന ആടിമൂലം വെട്ടിക്കോട്ട് എന്ന വരി ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വെട്ടിക്കോട് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ശ്രീ പരമശുരാമനാൽ മഴ കൊണ്ട് മണ്ണ് കൂട്ടിയിട്ട് അതിന്മേൽ നാഗരാജ പ്രതിഷ്ഠ നടത്തിയ ഐതിഹ്യത്തിന്മേലാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിൽ ആദ്യമായി ആരാധന പ്രതിഷ്ഠ സർപ്പപ്രതിഷ്ഠ നടന്ന സ്ഥലമാണ് വെട്ടിക്കോട്. അതിനാൽ ഈ വിശുദ്ധ വാസസ്ഥലത്തിന് ആദിമൂലം വെട്ടിക്കോട് എന്ന സ്ഥാനപ്പേരാണ് നൽകിയിരിക്കുന്നത്.
ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറെക്കുറെ വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും അതിരാവിലെ അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ എന്നിവ നടക്കും. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ പൂർത്തിയാക്കുന്നു എന്നും നിയമമുണ്ട്. തുടർന്ന് ഉച്ചപൂജയും ഉച്ചയ്ക്ക് മുമ്പ് നടക്കും. ഞായറാഴ്ചകളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനെത്തുന്നു. അതിനാൽ അവരുടെ സൗകര്യാർത്ഥം ഉച്ചപൂജയുടെ സമയം നീട്ടുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് മാത്രമേ ക്ഷേത്രം അടച്ചിടുകയുള്ളൂ. വൈകുന്നേരങ്ങളിൽ ആചാരപ്രകാരമുള്ള വിളക്ക് തെളിയിക്കാൻ മാത്രമേയുള്ളൂ. പ്രത്യേകിച്ച് പൂജകളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. സർപ്പബലി ഒരു പ്രധാന ഘടകമാണ്. നാഗരാജാവായ അനന്തസ്വാമിയെ സഹോദരന്മാരായ അഷ്ടനാഗങ്ങളോടും നാഗയക്ഷിയോടും രാജകീയമായ വലിയ പൂജകളോടെ ആരാധിക്കുകയും വിവിധ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നാഗരാജാവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ.